ഓണാട്ടുകരയുടെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്ന 28ാം ഓണം ആഘോഷം നാളെയാണ്. 300-ലധികം കെട്ടുകാളകളുമായി ഓണാട്ടുകരക്കാർ നാളെ ഓച്ചിറ ക്ഷേത്രത്തിലേക്ക് എത്തും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി രണ്ടാമത്തെ ഓണം ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ് ഓണാട്ടുകരക്കാർ. കാണാം ഓണാട്ടുകരയുടെ 28ാം ഓണമൊരുക്കങ്ങൾ. ഈ രാത്രി ഓണാട്ടുകരയ്ക്ക് ഉറക്കമില്ല രാവ്. ആർപ്പുവിളികളും ആഘോഷങ്ങളുമാണ് നാടെങ്ങും. ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവരും കാളമൂട്ടിൽ തന്നെ. നേരം പുലരുമ്പോൾ കരകളുടെ അഭിമാനമായ കെട്ടുകാഴ്ചകളുമായി ഓച്ചിറ പരിഭ്രമത്തിന് മുന്നിലേക്ക് എത്തണം. ആദ്യം ഓണാട്ടുകരയെ കുറിച്ച് പറയാം. ഒരു കാലത്ത് മഹാബലിയെ പോലും ഓണം മുട്ടിയിരുന്ന നാടായിരുന്നു ഓണാട്ടുകര എന്നാണ് പറയപ്പെടുന്നത്. ആ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ് 28ാം ഓണാഘോഷം, മതമൈത്രിയുടെ ഏറ്റവും വലിയ ആഘോഷം. കർക്കിടക മാസത്തിലെ പിള്ളാരോണത്തിൽ തുടങ്ങി കന്നിമാസത്തിലെ തിരുവോണം വരെയുള്ള ഓണാഘോഷങ്ങൾ അവസാനിക്കുന്നതും 28ാം ഓണത്തോടെ. അൻപത്തിരണ്ട് കരകളാണ് ഓച്ചിറ ക്ഷേത്രത്തിലുള്ളത്. അക്കരകളിൽ നിന്ന് 300-ലധികം ചെറുതും വലുതുമായ നന്ദികേശ രൂപങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കും. തലപ്പൊക്കത്തിൽ വലിയവൻ കാലഭൈരവൻ. ഓണാട്ടുകരക്കാരെ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ കണ്ണീരിലാഴ്ത്തിയ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കാളയായിട്ടുള്ള കാലഭൈരവനെ വലിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആ കാള പൂർണ്ണമായും റോഡിലേക്ക് മറിഞ്ഞു വീണു. വീണെടുത്ത് കിടക്കാനാകില്ല, ഉയർത്തെഴുന്നേൽക്കണം. ഉയർത്തെഴുന്നേറ്റു. കാരണം ഇത് കാലഭൈരവനാണ്. കാര്യം ഓച്ചിറ വല്യച്ഛൻ്റെ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികൾ അണിയിച്ചൊരുക്കുന്ന ആ കാളയാണ്. ഒരുക്കം നടന്നുകൊണ്ടിരിക്കുന്നു, പകുതി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വീണ സമയത്ത് നമുക്കൊക്കെ ഒരു വലിയ വിഷമമായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മരിച്ചു പോയാൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ല. അതുപോലെ ആയിരുന്നു നമ്മുടെ വീട്ടിലും കരക്കാർ മുഴുവനും. ഇതാണ് ഞങ്ങളുടെ ഓണാട്ടുകരക്കാരുടെ എല്ലാം ഒരു പ്രശ്നമായിരുന്നു. കഴിഞ്ഞ തവണ ആ കാള വീണ സമയത്ത് ആ ഭാഗ്യം കൊണ്ടാണ്, അവിടെ വേറെ മറ്റു ആൾക്കാരുണ്ടായിരുന്നില്ല. പതുക്കെ ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് അടുത്താണ് ആ കാള വീണത്. അത് ഒരു ഭാഗ്യവും അത് തന്നെ ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ കാളയെ പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് കാലഭൈരവൻ്റെ കാളച്ചൂട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തലപ്പൊക്കത്തിൽ ഒരു കാള മാത്രമല്ല ഉള്ളത്, ഒട്ടേറെ കാളകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഓണാട്ടുകതിരവൻ. ഏറ്റവും വലിയ കാളയെന്ന ഏഷ്യൻ റെക്കോർഡ് നേടിയ കാളയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഓണാട്ടുകതിരവൻ 28ാം ഓണത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഉറപ്പായിട്ടും നമ്മുടെ നന്ദികേശനെ ഓച്ചിറ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം, ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വിശ്വാസം. അതിൻ്റെ ഭാഗമായുള്ള എല്ലാ നടപടിക്രമങ്ങളും ഞങ്ങളുടെ സമിതിയുടെ കൂട്ടായ്മയായിട്ട് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അതിൻ്റെ പുറകിലാണ്. തലപ്പൊക്കം മാത്രമല്ല, കാളകളുടെ കെട്ടൊരുക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാളകളാണ് കൃഷ്ണവരൻകര, മേമനക്കര, എടയനമ്പലങ്കര, നക്കനാൽക്കര, അങ്ങനെ ഒട്ടേറെ കാളകൾ. എണ്ണിയാൽ ഒതുങ്ങാത്ത രീതിയിൽ മികച്ച കെട്ടൊരുക്കമുള്ള കാളുകളും തയ്യാറായി കഴിഞ്ഞു. ആഘോഷങ്ങൾ മികവേറുമ്പോൾ ചിലവും ഏറും. ഓണാട്ടുകരക്കാരൻ കൂടിയായിട്ടുള്ള കരുനാഗപ്പള്ളി MLA CR മഹേഷ് നിയമസഭയിലടക്കം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്താ ഈ ആവേശം? ലോകത്ത് ഇത്രയും വ്യത്യസ്തമായ ഒരാഘോഷം മറ്റെങ്ങും കാണാനില്ല. എത്ര കാളകളൊക്കെ പോയി ഇതുവരെ? ഞാൻ മിക്കവാറും എല്ലാ കാളുകളെടുത്തും പോയി. വർഷങ്ങളായി ഇവിടുത്തെ 28ാം ഓണം ആളുകൾ ആഘോഷിക്കുന്ന ഇരുട്ടത്താണ്. അങ്ങനെ ഒന്ന് വെട്ടത്താക്കാൻ വേണ്ടി ഞങ്ങളൊരു 10 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ, ഒരു എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് MLA ഫണ്ട്, MP ഫണ്ട്, കേന്ദ്ര ഫണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഫണ്ട്. ഇപ്പോൾ കൽപ്പാത്തി രഥോത്സവത്തിന് എടുത്തിട്ടുള്ള മാർഗം ഇവിടെയും സ്വീകരിച്ചുകൊണ്ട് മന്ത്രി അനുവാദം തന്നു കളക്ടറെ സാന്നിധ്യത്തിൽ യോഗം വിളിക്കാൻ. 28ാം ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ തിരക്ക് കഴിഞ്ഞാൽ അടുത്ത വർഷമെങ്കിലും നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ്. നാളെ
ദേശീയപാത 66 പോകുന്ന യാത്രക്കാർക്കുള്ള മുന്നറിയിപ്പാണ്. ദേശീയപാതയിലൂടെയാണ് കാളകൾ ഭൂരിപക്ഷത്തെയും വലിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ ഗതാഗത കുരുക്കുണ്ടാകും, ഗതാഗത നിയന്ത്രണം ഉണ്ടാകും, വഴി തിരിച്ചുവിടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നുകിൽ വഴി മാറി പോവുക, അല്ലെങ്കിൽ അല്പം നേരത്തെ ഇറങ്ങി കൃത്യസ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം കാട്ടുക. മറ്റ് കരകൾക്ക് ആകെ തന്നെ മാതൃകാപരമായ രീതിയിലുള്ള ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന പോലെയുള്ള മറ്റ് അക്രമവാസനകളോ ഒന്നും തന്നെ ഇന്നുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. ആകെപ്പാടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഉയർന്ന നിലയിലുള്ള ഒരു സമിതിയാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഞങ്ങളുടെ കരക്കാർക്ക് സംസാരമല്ല, പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇവിടെ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഷാനാസേ, നാളെ ഉത്സവത്തിന് പോരണേ.